വണ്ടിപ്പെരിയാറിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ വാളാടി മേൽപ്പുരട്ട് സ്വദേശി 32 വയസ്സുകാരൻ ശരവണനാണ് പിടിയിലായത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാറിൽ കഞ്ചാവ് കച്ചവടക്കാരും വാങ്ങുന്ന ആളുകളുടെ എണ്ണവും കൂടി വരികയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ടൗണിൽ നിന്നും 10 ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടികൂടിയിരുന്നു. ഇത് എവിടുന്ന് ലഭിച്ചു എന്നുള്ള അന്വേഷണത്തിൽ പോലീസ് എത്തിയത് ശരവണനിലേക്കാണ്. ഈ സമയത്തും ജാമ്യം കിട്ടാവുന്ന അളവിലുള്ള കഞ്ചാവ് ശരവണന്റെ പക്കൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് വെളുപ്പിന് 2 മണിയോടുകൂടി പോലീസ് ഇയാളുടെ വാളാടി മേൽപ്പുരട്ടിലെ വീട്ടിലെത്തിച്ച് പരിശോധന നടത്തുമ്പോഴാണ് കച്ചവടത്തിനായി എത്തിച്ച 1 കിലോ 95 ഗ്രാം കഞ്ചാവ് ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടൊപ്പം കഞ്ചാവ് അളക്കുന്നതിനാവശ്യമായ ത്രാസ്, കഞ്ചാവ് കച്ചവടം നടത്തി ലഭിക്കുന്ന പണം സൂക്ഷിക്കുന്നതിനാവശ്യമായ പെട്ടി എന്നിവയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 2019 കുമളി പോലീസ് സ്റ്റേഷനിൽ കൊലപാതക കുറ്റത്തിന് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. കഞ്ചാവ് കച്ചവടത്തിന്റെ വലിയ ശൃംഖല തന്നെ പീരിമേട് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. ഇടുക്കി SP കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ പിടികൂടുന്നത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പീരിമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഇയാളുടെ കൂട്ടാളിയായ കറുപ്പുപാലം സ്വദേശിയുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.